പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി ചെറുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മിനിഞ്ഞാന്ന് ഇട്ട വീഡിയോ ഉണ്ടായിരുന്നു. കുടിലിരുന്നിട്ട് നമ്മൾ ഒരു സാധാരണ സാമ്പാർ വെച്ചു. പക്ഷെ അതിൻ്റെ ഒരേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സാമ്പാറിൽ ചേർത്ത സാമ്പാർ പൊടി BG സാമ്പാർ പൊടിയായിരുന്നു. നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3-4 കൊല്ലമായിട്ടുണ്ട് ഈ BG കായം എന്ന് പറഞ്ഞിട്ട് കായം ഉണ്ടാക്കണ കമ്പനി, കായം ഉണ്ടാക്കണ വിധമൊക്കെ നിങ്ങളെ കാണിച്ചു തരാട്ടാ എന്ന് പറയുന്നു. അപ്പോ ഇന്നാണ് ആ സുദിനം വന്നെത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് തൈക്കാട്ടുശ്ശേരിയിലേക്ക് വന്നേക്കാണ്. തൈക്കാട്ടുശ്ശേരി അത് കേരളത്തില് കായം കമ്പനി, നമ്മൾ ഏറെ കമ്പനികളൊക്കെ നമ്മൾ ആളുകളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ. പക്ഷെ കായം കമ്പനി ഞങ്ങൾ അങ്ങനെ ആരും ചെയ്തായിട്ട് തോന്നുന്നില്ല. അതെ, എന്നിട്ടാണ് ചേട്ടാ ഉസ്ബെക്കിസ്ഥാനാ. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇറാൻ എന്നൊക്കെ സാധനം അവിടെ നിന്നൊക്കെയാണ്. അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്നൊക്കെയാണ് ഇതിന്റെ റോ മെറ്റീരിയൽ വരെ. ഒരു മരത്തിന്റെ പശയുണ്ട്. ആ പശ എടുത്തിട്ട് ചേട്ടൻ നാളെ വന്നിട്ട് മണപ്പിച്ചിട്ട് ചേട്ടന് ആഗതായില്ലേ. അത് നേരെ മണപ്പിക്കാനൊന്നും പാടില്ല. അതിന് ഭയങ്കര കുത്താ, കണ്ണിലേക്കൊക്കെ നമുക്ക് നീറ്റെടുക്കും. അപ്പൊ അതിന് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് കായമായിട്ട് മാറുന്നത്, നമുക്ക് ഉപയോഗിക്കാവുന്ന പരുവത്തിലേക്ക് ആക്കി എടുക്കണം. അപ്പൊ ആ പ്രോസസ്സിങ്ങും അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതൊക്കെ കാണാനും നിങ്ങളെ കാണിച്ചു തരാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇവർക്ക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ കായമാണ് മെയിൻ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കാണുന്നതല്ല അല്ലെ, കുറെ കമ്പനികൾ ഉണ്ടാവും. നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് ഈ BG കായമാണ്. ഈ BG കായത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന അതേപോലെ തന്നെ കുറെ നാളുകളോളം. അതാണ് നമ്മൾ മുന്നത്തെ വേറെ കായം വാങ്ങിക്കുമ്പോഴേ തമിഴ്നാട്ടിലത്തെ കാര്യങ്ങളല്ല നമ്മൾ വാങ്ങിക്കാറുള്ളത്. ഫസ്റ്റത്തെ വട്ടം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ പാക്കറ്റ് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നത്തെ ആഴ്ചയിലൊക്കെ സാമ്പാർ വെക്കാൻ വേണ്ടിട്ട് ഇത് നമ്മൾ എത്ര എയർ ടൈറ്റ് ആയിട്ടുള്ള അടച്ചു വെച്ചാലും പിന്നെ തുറക്കുമ്പോൾ അതിങ്ങനെ ഉറച്ചുണ്ടാവും. പിന്നെ അതിനെ വെട്ടി പൊളിച്ചിട്ടൊക്കെ എടുക്കണം. ഇതങ്ങനെയല്ല, ഇത് ലാസ്റ്റത്തെ കഷ്ണം വരയ്ക്കും നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ പിച്ചി ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുക്കാം. അത്രയും സോഫ്റ്റ് ആണ്, കട്ടയാവില്ല. ഈ കായത്തിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കപ്പെടാൻ കാരണം കേട്ടോ. പിന്നെ മണവും നല്ല തന്നെയാണ്. പിന്നെ ഈ കായത്തിനെ പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞു തുടങ്ങിയപ്പോ നമ്മുടെ മോളമ്മാന്റെ അമേരിക്കയിൽ നിന്ന് വന്നപ്പോ വന്നില്ലേ 3 പാക്കറ്റ് കായം ആള് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി. അടിപൊളി കായ എന്ന് പറഞ്ഞു. അപ്പൊ BG കായം, ചെറുശ്ശേരി, തൃശ്ശൂർ. അപ്പൊ നമ്മളെ മിനിഞ്ഞാന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഇന്നലെ പാലക്കാട് നിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങിട്ട് ഇവിടേക്ക്. അവർക്ക് എന്തായാലും തൈക്കാട്ടുശ്ശേരിയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ തൈക്കാട്ടുശ്ശേരിയിലാണ് ഈ കായം കമ്പനി. അപ്പൊ അവർ ചോദിച്ചറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചേച്ചി ഇവിടത്തെ. അപ്പൊ ഇത് നടത്തുന്നത് വർഗീസ് ഏട്ടൻ നമ്മുടെ സുഹൃത്താണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിവിടേക്ക് എത്തിയത്. നമുക്കിത് അറിയില്ലായിരുന്നു. ആൾക്ക് കാര്യങ്ങൾ 36 കൊല്ലമായിട്ടാ ഈ കമ്പനി തുടങ്ങിയിട്ട് കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് കണ്ടമാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ വർഗീസ് ഏട്ടനാണിത്. വർഗീസ് ഏട്ടന്റെ ബാക്ക് ബോൺ ആയിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ